ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ തിരക്ക് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? അതെ, ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞാനൊരു പാർലറിൽ മാനേജറായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ വർക്കിന് പോണത്. അതുകൊണ്ട് വീട്ടിലെത്താനും അവിടുന്ന് പോകാനും കുറച്ച് നേരം വൈകി. അതുകൊണ്ട് മെഹന്തി വീട്ടിൽ നിന്ന് പൊതിയാനുള്ള നേരവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ വണ്ടിയിലിരുന്ന മെഹന്തി കോൺസൊക്കെ ശരിയാക്കി നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ വർക്ക് വരുന്ന പ്ലേസ് ശരിക്ക് പാവർട്ടിയിൽ ഉള്ള ഒരു ബ്ലൂസറി എന്ന് പറഞ്ഞുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ ഇന്നത്തെ വർക്ക് വരുന്നത്. ഞങ്ങൾ അങ്ങനെ ബ്ലൂസറിയിൽ എത്തി. നമ്മുടെ ബ്രൈഡിന്റെ സ്ഥലം വരുന്നത് ഓസ്ട്രേലിയയിലാണ്, ഗ്രൂമിന്റെ പ്ലേസ് വരുന്നത് തൃശ്ശൂരും. എനിക്ക് ഇൻസ്റ്റ വഴി വന്ന ഒരു വർക്കാണ് കേട്ടോ ഈ ഒരു വർക്ക്. അങ്ങനെ നമ്മൾ അവർ കറക്റ്റ് പറഞ്ഞ ടൈമിന് നമ്മൾ അവിടെ എത്തി. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ആ വരുന്ന ചേച്ചിനെ കണ്ടോ, അതാണ് നമ്മുടെ ഗ്രൂമിന്റെ അമ്മ. ആ ബാക്കിലുള്ള 2 പേരാണ് കേട്ടോ നമ്മുടെ ഗ്രൂമും ബ്രൈഡും വരുന്നത്. അങ്ങനെ നമ്മൾ അവരെ റൂമിൽ പോയി കർട്ടൻ മാറ്റിയപ്പോഴോ സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ലൊക്കേഷൻ, ഭയങ്കര കാമായിട്ടിരുന്ന മെഹന്തി ഇടാൻ പറ്റി കേട്ടോ. നമ്മള് നേരത്തെ പറഞ്ഞ ഓസ്ട്രേലിയക്കാരി ബ്രൈഡ് കാര. അപ്പോൾ ഇവരെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നു കേട്ടോ. ഫ്രണ്ട് ഹാൻഡിൽ ഈ ഒരു ഡിസൈൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഫ്രണ്ട് ഹാൻഡ് ഉണങ്ങിയപ്പോൾ ബാക്ക് സൈഡിൽ മെഹന്തി ഇടായിരുന്നു കേട്ടോ. നമുക്ക് ഡിസൈൻ ഫുള്ള് സെലക്ട് ചെയ്ത് തന്നത് ഗ്രൂമാണ് കേട്ടോ. കാരണം ബ്രൈഡിന് ഇതിനെ പറ്റി അറിയാത്ത കാരണം ഗ്രൂമാണ് നമുക്ക് എല്ലാ ഡിസൈൻസും സെലക്ട് ചെയ്ത് തന്നെ കേട്ടോ. അങ്ങനെ നമുക്ക് ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിലും ഇട്ട വീഡിയോസ് ഞാൻ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ ബ്രൈഡിന്റെ ബാക്ക് ഹാൻഡിൽ നമ്മൾ ചെയ്തത് കേട്ടോ. കാലിൽ ചെയ്തത് ഈ ഒരു ഡിസൈനും. നമ്മുടെ ആ കാലില് സൈഡ് പോർഷനിൽ വരുന്ന ആ ഒരു ഡിസൈൻ വേണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ബ്രൈഡിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി മെഹന്തി ഇടാണ്ടായിരുന്നത് കസിനായിരുന്നു കേട്ടോ. അപ്പോൾ കസിന് ഞാൻ മെഹന്തി ഇടുമ്പോഴത്തേനും ഗ്രൂമിൻ്റെ സ്നേഹം നോക്കിയാൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലെമൺ ജ്യൂസിൻ്റെ ഷുഗറിൻ്റെ സിറപ്പ് എടുത്തിട്ട് ആള് കാലിലിട്ട് കൊടുക്കണം കേട്ടോ. എന്തൊരു സ്നേഹമാണല്ലേ. നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആളുടെ പേര് ഞാൻ ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിഷ്ണു എന്നായിരുന്നു മലയാളത്തിൽ തന്നെ. അപ്പോൾ അത് തപ്പുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ അന്നത്തെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ അന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. എന്നെ ലിഫ്റ്റിലൊക്കെ കയറ്റി വിട്ട് അവർ പായും പറഞ്ഞ് അവർ പോയി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ലിഫ്റ്റിൽ ഞാൻ കയറിയത്. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ലിഫ്റ്റിൽ കയറുക എന്നുള്ളത്. കാരണം ഒരു വർക്കിന് പോയിട്ട് ഞാൻ ലിഫ്റ്റിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നെടുശ്വാസമൊക്കെ എടുത്തിട്ട് ഞാൻ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഏറ്റവും പേടിയുള്ള സംഭവത്തിൽ ഒന്ന് തന്നെയാണ് ഈ ലിഫ്റ്റിൽ കയറുക എന്നുള്ളത്. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി നാളെ ഇവരെ തന്നെ കസിൻസിന് മെഹന്തി ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ മെഹന്തി ഇടാൻ വേണ്ടി വരണം. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് വേണം 11:30 വേറൊരു വർക്കിന് പോകാൻ കേട്ടോ. ആ 11:30 പോയ വർക്കിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഇത്ര ടാസ്ക്കായി തോന്നിയില്ല. ഇത് കുറച്ച് ടാസ്ക്കായി. ഇനി ഇതും ശരിയായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറേ പ്രാവശ്യം ചെയ്തിട്ടാണ് ഈ ഒരു വോയിസെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ ഞാൻ അവിടുന്ന് ബ്ലൂസറിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി രാത്രി 11:30 വാടനപ്പള്ളി തളിക്കുളത്തേക്ക് വർക്കിന് പോകണം. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത വർക്കിന് പോട്ടെ. അപ്പോൾ ശരി, ബാക്കി പിന്നെ.